ഉപരാഷ്ട്രപതിയുടെയും സുരേഷ് ഗോപിയുടെയും പരോക്ഷ വിമർശനത്തിൽ അതൃപ്തി അറിയിച്ച NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഇരുവരും മറുപടി അർഹിക്കുന്നില്ല എന്ന് സുകുമാരൻ നായർ പ്രതികരിച്ചു. പ്രസ്താവനകൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും വിമർശനമുണ്ട്. ഷിനോ ജസ്റ്റി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷിനോ ജസ്റ്റി, എന്താണ് പറയുന്നത്? വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, ഇന്നലെയാണ് ഡൽഹിയിലെ NSSന്റെ പ്രത്യേക ഒരു യോഗത്തിൽ വെച്ച്, പ്രത്യേകിച്ച് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ഒരു ചടങ്ങിൽ വെച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ഒപ്പം സുരേഷ് ഗോപിയും ഇത്തരത്തിൽ സുകുമാരൻ നായർക്കെതിരെ പരോക്ഷമായിട്ടുള്ള വിമർശനവുമായി രംഗത്തെത്തിയത്. പ്രത്യേകിച്ച് നേരത്തെയുള്ള പല കാരണങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചങ്ങനാശ്ശേരിയിൽ ഉപരാഷ്ട്രപതി എത്തിയ സമയത്ത് ഈ മന്നസമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന് വേണ്ടി അനുമതി തേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത്. അന്ന് നിഷേധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നായയെ അകത്തേക്ക് കയറ്റിയുള്ള പരിശോധന നടക്കില്ല എന്ന് സുകുമാരൻ നായർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് പ്രോട്ടോകോൾ ലംഘനവുമായി ഒക്കെ ബന്ധപ്പെട്ടാണ് അന്ന് അത്തരത്തിൽ അനുമതി നിഷേധിക്കപ്പെട്ടത്. തുടർന്നാണ് ഇത്തരത്തിൽ ഇന്നലെ വലിയ രീതിയിൽ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം സുകുമാരൻ നായർക്കെതിരെ പരോക്ഷമായ രീതിയിൽ ഉപരാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിലാണ് ഇപ്പോൾ ഒരു പ്രതികരണം സുകുമാരൻ നായരുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇതൊരു തൽക്കാലം ഇതിലേക്ക് ഒരു പരസ്യ പ്രതികരണം ഉണ്ടാകില്ല. കാരണം ഇതൊരു ചൂണ്ടയാണ് എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. തൽക്കാലം അതിലേക്ക് കൊത്തേണ്ട കാര്യമില്ല. കാരണം അതിലൊരു മറുപടി കൊടുത്ത് BJPയും ഒപ്പം തന്നെ ഇത് നിലവിൽ ഇപ്പോൾ ഈ പ്രതികരണം നടത്തിയിരിക്കുന്ന ആളുകളൊക്കെ തന്നെ BJPയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. അവരെ അങ്ങനെ വലുതാക്കി കാണേണ്ട കാര്യം NSSന് ഇല്ല എന്നൊരു പ്രതികരണമാണ് നിലവിൽ ഇപ്പോൾ സുകുമാരൻ നായർ നടത്തുന്നത്.